സോ ഗൈസ്, എഗെയിൻ വന്നിരിക്കുകയാണ് യൂറോ പ്രഡിക്ഷൻ. സംഭവം ഞാനത് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. 2024 വിന്നേഴ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം EA സ്പോർട്സിനകത്ത് ഇതിൻ്റെ ഒരു ടൂർണമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബേസിൽ ഞാൻ കളിക്കാൻ പോവാണ്. ഇത് കളിക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയുന്നത് എന്നാന്ന് വെച്ചാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്ത് ലൈക്ക്, ഷെയർ, കമൻറ്റ് അതൊക്കെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതിനകത്ത് മാച്ചൊന്നും സിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിതിനെ കളിച്ച് തന്നെ അറിയണം ഇതിൻ്റെ റിസൾട്ട്. അതുകൊണ്ട് ഞാനിത് ലെജൻഡറി മോഡിലിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഞാൻ ഇതിനകത്ത് ടീമിനെ സ്വന്തമായിട്ട് എനിക്കൊരു വലിയ ടീമിനെ തിരഞ്ഞെടുക്കാം. ആ പരിപാടി ഞാൻ ചെയ്യുന്നില്ല. ഇതിനെന്ന് വെച്ചാൽ നമ്മുടെ വീലണ്ണനാണ് തീരുമാനിക്കുന്നത് ഏത് ടീം വേണമെന്ന്. അപ്പം ആ വീലിൽ കിട്ടുന്ന ടീം വെച്ച് ഞാൻ ഈ ഇവൻറ്റ് ഫുള്ള് ഇവിടെ സ്പിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏത് ടീമാണ് കിട്ടുന്നതെന്ന് നോക്കട്ടെ. എനിക്ക് ഡച്ച് റിപ്പബ്ലിക്കിനെയാണ് കിട്ടിയത്. അപ്പം അത് അത്യാവശ്യം ബേസ് ടീമാണ്. അപ്പം അതിട്ടാണ് ഞാൻ ഈ ഇവൻ്റ് കളിക്കാൻ പോകുന്നത്. സംഭവം ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് വന്നിട്ടുണ്ട്. അപ്പം ഗ്രൂപ്പ് സ്റ്റേജ് പറയുവാണെങ്കിൽ നമ്മുടെ ടീമിൽ പോർച്ചുഗൽ, തുർക്കി, അത്യാവശ്യം നമ്മുടെ ടീമിലെ ഏറ്റവും താഴെ ഇരിക്കുന്ന ടീം ഇതാണ്. സോ നമ്മുടെ ആദ്യ മാച്ച് അവരുമായിട്ടായിരിക്കും. അപ്പം നമ്മുടെ ആദ്യ മാച്ചിലോട്ട് നമുക്ക് പ്ലേ അടിക്കാം. അപ്പം നമ്മുടെ ആദ്യ മാച്ച് അണ്ണനെതിരെയാണ്. സ്റ്റാർട്ട് കൊടുക്കാം. കളി കഴിഞ്ഞപ്പം ഡച്ച് റിപ്പബ്ലിക് പോർച്ചുഗലിനെ 1 ഗോളിന് തോൽപ്പിച്ചിട്ടുണ്ട്. സോ ഞാൻ ഈ ഗെയിം കളിച്ചപ്പോൾ ഞാൻ ലെജൻഡറി ഇതാണ് ഇട്ട് കളിച്ചത്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് ഇതിലൊന്നും പോയില്ല. ഒരു ഫ്രീ കിക്ക് പകുതിയായപ്പോൾ കിട്ടി. അത് ഒറ്റയടിക്ക് ഗോളാക്കി. ആ ഗോൾ ഞാൻ ജയിച്ചെന്നേ ഉള്ളൂ. ബാക്കി പാസിങ്ങിന് മാത്രമേ പോയിട്ടുള്ളൂ. വേറെ ഷോട്ടൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഗ്രൂപ്പ് എഫിലെ ഒന്നാമത്തെ മാച്ച് കഴിയുമ്പം തുർക്കി ഒരു കളി ജയിച്ചു. പിന്നെ ഡച്ച് റിപ്പബ്ലിക് പോർച്ചുഗൽ ഒരു കളി തോറ്റു. പിന്നെ ജോർജിയയും തോറ്റു കേട്ടോ. അപ്പം ഗ്രൂപ്പ് എഫിൽ അതാണ് അവസ്ഥ. ഗ്രൂപ്പ് ബിയിലാണെങ്കിൽ ഇറ്റലി ഒരു കളി ജയിച്ചു. സ്പെയിനും ഒരു കളി ജയിച്ചു. സ്പെയിനും ക്രൊയേഷ്യയും സമ്മന്നില്ല. മറ്റന്മാരൊരു കളി തോറ്റു. അത് ഗ്രൂപ്പ് ബി. ഗ്രൂപ്പ് ഡി ആണെങ്കിൽ ഫ്രാൻസും നെതർലൻഡും ഓരോ കളി വെച്ച് ജയിച്ചു. ഗ്രൂപ്പ് ഇയിലാണെങ്കിൽ യുക്രൈനും ബെൽജിയവും ഓരോ കളി വെച്ച് ജയിച്ചു. സോ നമ്മുടെ അടുത്ത കളി വരുന്നത് ജോർജിയ ആയിട്ടാണ്. അപ്പം അമ്മരുമായിട്ട് അടുത്ത കളി. ജോർജിയയുമായിട്ട് കളി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിനകത്ത് അങ്ങനെ ഗോളൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല. ഞാനങ്ങനെ അറ്റാക്കിനൊന്നും പോയില്ല. സംഭവം ഗ്രൂപ്പ് എഫിൽ റിപ്പബ്ലിക്കാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പം അടുത്ത കളി തുർക്കിയുമായിട്ടാണ്. അപ്പം ഗ്രൂപ്പ് ഇ പറയുവാണെങ്കിൽ അവിടെ ബെൽജിയം 1-ാം സ്ഥാനത്ത് കയറി. യുക്രൈൻ ഒരു കളി തോറ്റു കേട്ടോ. സമനില പിടിച്ച് ബെൽജിയം ഒരു കളി ജയിച്ചു. പിന്നെ ഫ്രാൻസ് നെതർലൻഡുമായിരുന്നു കളി. അവർ സമനില പോയി. പിന്നെ ഗ്രൂപ്പ് ബിയിലാണെങ്കിൽ ഇറ്റലിയും ക്രൊയേഷ്യയും കളി സമനില പോയി. പിന്നെ അടുത്ത കളി തുർക്കിയുമായിട്ടാണ്. ഇത് ജയിച്ചാലും സെമി റൗണ്ട് ഓഫ് 16 ഞാൻ കയറിയതാണ്. ഒരു ജയവും ഒരു സമനിലയും ഉണ്ട്, അത് മതി. സോ അങ്ങനെ തുർക്കിയുമായിട്ടുള്ള ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പം അത്രയ്ക്ക് അവരൊരു ഗോളിന് ജയിച്ചു കേട്ടോ. അങ്ങനെ ഡച്ച് റിപ്പബ്ലിക് റൗണ്ട് ഓഫ് 16 കയറിയിട്ടുണ്ട്. സംഭവം ഇനി വേറെ ഏതൊക്കെ ടീം കയറിയിട്ടുണ്ടെന്ന് നോക്കാം. ക്രൊയേഷ്യ, ബെൽജിയം, സെർബിയ, ഹംഗറി, പിന്നെ ഫ്രാൻസ്, തുർക്കി, പോർച്ചുഗൽ, സ്പെയിന്, അങ്ങനെ പറയത്തക്ക എല്ലാ ടീമും കയറി. സോ നമ്മുടെ അടുത്ത റൗണ്ട് ഓഫ് 16 ഇറ്റലിയുമായിട്ടാണ് കേട്ടോ. ജയിക്കാൻ ചാൻസ് കുറവാണ്. സംഭവം കളിച്ചു നോക്കാം. ആറ് 5 പെനാൽറ്റി
സ്കോർ ലൈനിൽ നമ്മളെ ഇറ്റലി തളച്ചിട്ടിട്ടുണ്ട്. സംഭവം ജയിക്കേണ്ട കളിയായിരുന്നു. ബാറെ തട്ടി ലാസ്റ്റ് പെനാൽറ്റി പോയി. സംഭവം അവരെടുത്തോണ്ട് പോയി.